Next, to create a web page to find the sum of two numbers. നമ്മൾ രണ്ട് നമ്പറുകളുടെ സമ്മ് കാണിക്കുന്നതിന് വേണ്ടി ഒരു വെബ് പേജ് ഉണ്ടാക്കുകയാണ്. അതിലൂടെ നമ്മളൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ട് ആ ഫംഗ്ഷനിലൂടെ നമ്മൾ സമ്മ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് നോക്കാം. HTML ഹെഡ് ടൈറ്റിൽ അതേമാതിരി നമ്മൾ ടൈറ്റിലൊക്കെ എഴുതിയിട്ട് അതിനുശേഷം സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആഡ് ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് var m, n, sum അപ്പോൾ എമ്മും എന്നും നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് സം ഈക്വൽ m+n അപ്പോൾ എമ്മും എന്നും ആഡ് ചെയ്തു. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിൽ നമ്മൾ സം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമ്മ് പ്രിൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ഫംഗ്ഷനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡിയിലേക്ക് കയറിയിട്ട് എഗെയിൻ നമ്മൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു. കാരണം ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് ആഡ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്തു. അതിനുശേഷം നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, പിന്നെ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഹെഡിനകത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ബോഡിയിലകത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഹെഡിനകത്താണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഹെഡ് ക്ലോസ് ചെയ്ത ശേഷം ബോഡിയിൽ വന്നിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുക. അതല്ല ബോഡിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ ബോഡിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ശേഷം ഫംഗ്ഷനെ കോൾ ചെയ്യാൻ മറക്കരുത്. കോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇവിടെ ചെയ്തതുപോലെ വേണമെങ്കിൽ ഹെഡിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത ശേഷം ബോഡിയുടെ അകത്ത് വീണ്ടും സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഓപ്പൺ ചെയ്ത ശേഷമാണ് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്ക്രിപ്റ്റ് ലാംഗ്വേജിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു നമുക്ക് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ആ വേരിയബിൾ ഡിഫൈൻ ചെയ്യാം, അത് പ്രിൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പ് കൂടി കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം A ഈസ് ഓഫ് ടൈപ്പ് നമ്പർ, അതേമാതിരി B ഈസ് ഓഫ് ടൈപ്പ് നമ്പർ, C ഈസ് ഓഫ് സ്ട്രിങ്, D ഈസ് ഓഫ് ടൈപ്പ് ബൂളിയൻ, E ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്, F ഈസ് ഓഫ് ടൈപ്പ് അൺഡിഫൈൻഡ്. F എന്നൊരു വേരിയബിൾ വെച്ചിട്ടേ ഉള്ളൂ, അതിലേക്ക് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത് അൺഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്. അതേസമയം നമുക്ക് എയും ബിയും ആണെങ്കിൽ നമ്പറാണ് കാണിക്കണത്, C നമുക്ക് സ്ട്രിങ് ആണ് കാണിക്കണത്. D ബൂളിയൻ ആയത് അവിടെ നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബൂളിയനിലാണ് വരുന്നത്. E പിന്നെയും നമുക്ക് സ്ട്രിങ് ആണ് വന്നത്, കാരണം നമ്മൾ ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് Fന് അൺഡിഫൈൻഡ് എന്ന് പറയാൻ കാരണം വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വരാനായിട്ട് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം.